guys, what's up? This is Nikhil. See you guys. Oh yeah. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിന്നെ ഞാൻ ഇൻട്രോ എടുക്കാൻ ഇതിനല്ലടാ വിളിച്ചത്. അപ്പോൾ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മളെല്ലാവരും ഉണ്ട്. ശരത്തേട്ടൻ ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ട്. ശരത്തണ്ണൻ അജയണ്ണനും ശരത്തണ്ണൻ ലിജോക്ക് ഒരുമിച്ച് ഓടിച്ചാണ്. പക്ഷെ വീഡിയോ എടുക്കുന്ന ശ്രീരാഘണ്ണനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇല്ലേ? അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഡെയിലി ലൈഫാണ്. നമുക്ക് നേരെ അകത്തോട്ട് പോകാം. കുക്ക് ചെയ്യണതിന്റെ വൈബ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ അജയണ്ണന്റെ അടുത്ത് ചോദിച്ചാ മതി. പിന്നെ എന്റെ കൊച്ചേട്ടൻ ഇവിടെ ഉണ്ട്. സേ ഹായ് ടു മൈ വ്ലോഗ്. ഹായ്. ഞാനിങ്ങനെ പാത്രം കഴിച്ചിരിക്കുന്നു. എന്തിനാ ഇവിടെ ചിക്കൻ ഉണ്ട്, ചോറുണ്ട്, അണ്ണൻ മുട്ടിലിരിപ്പുണ്ട്. നമ്മൾ ഇനി മെയിൻ കഥാപാത്രം ഉണ്ട് ഇവിടെ. ഞാൻ അന്ന് നമ്മുടെ കൈ കൊണ്ടുള്ള കളിയൊക്കെ കളിച്ച് നമ്മളെ ലിജോ ഉണ്ട്. ടൈം അടിക്കുന്ന ലിജോ ആണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ടൈം അടിക്കുന്ന ലിജോ കൊച്ചുകളൻ. അവൻ വാതിലടച്ച് എന്തിനാ ശരത്തണ്ണ? അവൻ വാതിലടച്ച്. എനിക്ക് ശരത്തണ്ണ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഞാൻ മുമ്പിൽ എനിക്കവൻ ഇഷ്ടം. അപ്പം ശ്രീരാഘട്ടൻ ഇവിടെ ഉണ്ട്. ശ്രീരാഘട്ടനാണ് നമ്മുടെ ശരത്തേട്ടൻ്റെ ഏറ്റവും വലിയ ചങ്കൻ ചന്തിയായിട്ടുള്ള ശരത്തേട്ടൻ. അപ്പം ഇന്നത്തെ പരിപാടി എന്താണ്? ഇന്നത്തെ പരിപാടി ഓക്കെ. നീ എന്താ നീ പെർഫെക്റ്റ് ആകുമ്പോ ശരത്തിന് എന്താ പറയുന്നത്? ക്ലാസിക് ശരത്താണ് നമ്മളിപ്പോൾ കണ്ടത്. അതേ കാര്യം നമ്മുടെ അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചീനിക്കിഴങ്ങ് ഇത് ഉള്ളി അരിയുന്ന അജയനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഉള്ളി അരിയുന്ന അജയൻ കുനിഞ്ഞിരുന്നു ചരിഞ്ഞ് പോവുകയാണ് അജയന്. പൈപ്പിൽ ടാപ്പ് തുറക്കുന്നു, വെള്ളം അടിക്കുന്നു, ഉള്ളി തറയിടുന്നു, നേരെ കഴുകി വെളുപ്പിച്ച് കത്തി വെച്ച് നേരെ അറക്കാനാണ് പോകുന്നത്. അപ്പോൾ അണ്ണന്റെ ഉള്ളി അറപ്പ് അണ്ണന്റെ ഉള്ളി അറപ്പാണ്. നമ്മളിങ്ങനെ ബിയറൊക്കെ ഇങ്ങനെ കറക്റ്റാക്കി എടുക്കുമ്പോഴത്തേനും ഇങ്ങനെ വരും. അങ്ങനെ വരത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞാണ് അങ്ങനെയൊക്കെ ആയിരിക്കണം. മനസ്സിലല്ലേ? ഉള്ളിയിൽ എന്താണ് ഇങ്ങനെ കറുത്ത പാട് വരുന്നത്? എന്താണ് ഉള്ളിൽ കറുത്ത പാട്? പുള്ളി അത് ഓക്കെ. അടിയാണ് രണ്ടുപേരും കൂടെ അടി. രണ്ടും കൂടെ പറ്റുമെങ്കിൽ ഒന്നുകൂടെ അടി. ലൈറ്റ് ഇട്ടിട്ട് അടി. കത്തി കൊണ്ട് അമ്പിളി എരിയുന്ന അണ്ണ എടാ, ഇവിടെ നിന്നിട്ട് നിനക്ക് ഈ ബാംഗ്ലൂരിന്റെ ഇവിടെ നിന്നിട്ട് നിനക്ക് എന്താ പറയാൻ തോന്നുന്നു നമ്മുടെ ആൾക്കാരുടെ അടുത്ത്? നല്ല കാട്ടാ നാറ്റമുണ്ട് ഇവിടെ. താഴെ ഫുള്ളും ചാണകം. അതെങ്ങനെ വന്ന്? പശുവിട്ടതല്ലേ? പശുവിട്ടാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. മനുഷ്യന്റെ അല്ല എന്തായാലും. പക്ഷെ നിന്നെ ക്യാമറ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നെ റിയൽ കാണാനും ഭംഗിയുണ്ട്. പേരെന്താന്ന് പറഞ്ഞേ? ക്ലാസിക് ഷെറത്ത്. എന്തെങ്കിലും നിങ്ങളുടെ കോളേജ് സമയത്ത് നടന്ന ഒരു പ്ലിങ്ങി ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടോ ലിജോന്റെ? അങ്ങനെ നമ്മൾ ക്ലാസ് ചെയ്യണം. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ലായിരുന്നു പൊതുവെ. ഞാൻ ക്യാമറ ഓഫ് ചെയ്താൽ നീ ക്ലാസ് ചേർത്താണ്. അത് നമ്മൾ പഠിച്ചത് ഓക്സ്ഫോർഡ് ആയതുകൊണ്ട്. എവിടെ പഠിച്ചത്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. അത് ഇംഗ്ലണ്ടിലല്ലേ? അതെ, നമ്മൾ അവിടെ ആയിരുന്നു. എന്താ നമുക്ക് അവിടുന്ന് പ്ലേസ്മെന്റ് കിട്ടിയത് ഇവിടെ.
എവിടെ? ഇവിടെ ബാംഗ്ലൂർ ഓക്സ്ഫോർഡിൽ നിന്ന്. അതെ, അതുകൊണ്ട് പിന്നെ ഇവിടെ വരേണ്ടി വന്നു. അപ്പം നിങ്ങളെ പോലുള്ള ആൾക്കാരോട് അഡ്ജസ്റ്റ് ചെയ്യുന്നു എങ്ങനെയെങ്കിലും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെ നിങ്ങളെ പോലുള്ള ആൾക്കാരോട് സംസാരിക്കാറില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ തിരികെ പോകും. എങ്ങോട്ടാ? ലണ്ടൻ ഓക്സ്ഫോർഡ്. അവിടെ ഒരു ഇന്റേൺഷിപ്പ് കിട്ടിയിട്ടുണ്ടാവും. പേഴ്സണൽ കോളാണ്. സോറി, പ്രൈം മിനിസ്റ്റർ അല്ല, പ്രൈം മിനിസ്റ്റർ അല്ല, എൻ്റെ മദറാണ്. നമ്മുടെ കൂടെ ഉള്ളത് അജയ്. നിങ്ങൾ പരിചയപ്പെട്ടില്ലെങ്കിൽ പരിചയപ്പെട്ടോളുക. ഇത് നമ്മുടെ സ്വന്തം ദുൽഖർ. ക്ലാസി ശരത്. ഇന്നത്തെ ദിവസം നല്ലതായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇറ്റ് സീംസ് ടു ബി ലൈക്ക് ഗുഡ്. പക്ഷേ ഇന്ന് നമ്മൾ അജയണ്ണൻ്റെ ചിക്കൻ കറി തിന്നു. ഞാനൊന്ന് പേടിച്ചു. അജയണ്ണൻ്റെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാവും? ശരത്താണ്ട് ഒരു നാക്കുണ്ട്, ഒരു വെട്ടുണ്ട് ഇവിടെ. അതെങ്ങനെ വന്ന വെട്ടാന്നറിയാമോ? എങ്ങനെയാടാ? അതൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാൻ പറ്റത്തില്ല. അണ്ണൻ ഭയങ്കര ഇരുന്നാണ്ടിയാണ് ഗൈസ്. സ്റ്റാർ ഇട്ട മോതിരം, മാല, താരിമല. ആര്യ എണ്ണ പല സ്ഥലത്തും സ്റ്റാറുണ്ട്. അതെങ്ങനെ നിനക്കറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയൊക്കെ ഉള്ളത്? അതൊക്കെ കണ്ടിട്ടുണ്ട്, അത് പറയാൻ പറ്റത്തില്ല. അത് ഇതുപോലെ തന്നെ. ശരത്താണ്ട് ഒരു നാക്കുണ്ട്, ഒരു വെട്ടുണ്ട് ഇവിടെ. അതെങ്ങനെ വന്ന വെട്ടാന്നറിയാമോ? പറഞ്ഞു. ക്ലാസിക് ശരത് എനിക്ക് ചിരിക്കാൻ അവിടെ ഈ അല്ല, നീ ഒരു കാൻഡിഡായിട്ട് ചിരിക്കുമ്പോൾ നീ സാധാരണ എങ്ങനെയാ ചിരിക്കാറ്? അങ്ങനെയല്ല, പിന്നെ നീ തലമുടിക്ക് പോകണേ. അട്ടഹസിച്ച് കാണിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അട്ടഹസിക്കാറില്ല. അല്ല, നീ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്ലിപ്പ് ഞാൻ ഇപ്പം ഇട്ടുതരാം. ഒന്നുകൂടെ ഫേക്ക് ചിരിച്ചടാ, ഒന്നുകൂടെ ഫേക്ക് ചിരിച്ചടാ. ഫോട്ടോയ്ക്ക് വേണ്ടിയല്ലേ നീ എടുക്കുന്നത്? ശബ്ദമില്ലാതെ ഒറിജിനാലിറ്റി ഒന്ന് കാൻഡിഡേറ്റ് പോലെ ചിരിച്ചടാ. അപ്പം ഇന്നത്തെ പരിപാടി വേറെ ഒന്നും ഇല്ല. നമ്മൾ ഇന്ന് അണ്ണൻ ചെന്നൈയിൽ നിന്ന് വന്നപ്പോഴത്തേന് നാളെ മറ്റന്നാൾ തൽക്കാലം എടുത്തിട്ട് അണ്ണൻ തിരിച്ചു പോകും. കൈയൊക്കെ വേദനിക്കുന്നതാ. എടാ ഒന്ന് എടുത്തേടാ. ഗൈസ്, നിങ്ങൾക്കുണ്ടല്ലോ, ഞാൻ ഇത്രയും കാലം कट्टी पन्ने सिर्फ इधर बोलता शमाहद लेकिन तो मैं सोच देता बोलता शे ब्रदर कर दे लगता അപ്പോൾ നിങ്ങൾ ഞാൻ പറയാവുന്ന കാര്യം എന്താണെന്നറിയോ, ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇത്ര വെയിറ്റ് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ടൈം സ്കെഡ്യൂളൊക്കെ ഭയങ്കരമായിട്ട് മാറി. അതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് വീഡിയോ ഇടാതിരിക്കണമെന്നല്ല, പറഞ്ഞു പറഞ്ഞ അങ്ങോട്ട് റെഗുലറായിട്ട് ഇനി വീഡിയോ ഇടും. ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ വീഡിയോ കാണത്തുള്ളൂ. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ഗൈസ്. അല്ല എന്നാ ഇല്ലേ? എന്താ അല്ലേടാ? അല്ലേ? എന്താടാ നിന്റെ ചുണ്ടെന്ത് അറന്നിരിക്കുന്നത്? ആ ഇപ്പൊ നക്കിയപ്പോ ശരിയായി. നക്കിയപ്പോ ശരിയായിടാ. ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇനി മുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കുള്ള ഇവിടെ ഉള്ള ഞാൻ ബാംഗ്ലൂരാണ് ഇപ്പോൾ ഉള്ളത്. എന്നൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കമന്റിൽ പറയണം പ്രശ്നമില്ലെന്ന് ഇട്ടില്ലെങ്കിലും അതൊന്ന് പറയാം. ബാക്ക് ക്ലിയർ അല്ലേടാ? ബാക്കിൽ ജട്ടിയൊക്കെ നനച്ചിട്ടിരിക്കുകയാണ്. അത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഈ ബാംഗ്ലൂർ നമ്മൾ ഇതിന്റെ മണ്ടയിൽ വന്ന് കാണാൻ പറ്റുന്ന കാക്ക, വെള്ളക്കാക്ക, പച്ചക്കാക്ക, വെടികെട്ടി, കടികെട്ടിയ എല്ലാ കൊടിയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്താ കാണാൻ പറ്റാത്ത? കാണാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ നീ കാണാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം? ഇഷ്ടം ക്ലാസിക് ശരത്. ക്ലാസിക് ശരത്.
അരികെ ആപ്പ് നിങ്ങൾ അരികെ മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് നിങ്ങൾ ഇപ്പം അരികെ നിന്ന് മാപ്പ് എടുത്തിട്ട് ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുക. അപ്പം മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് നക്ക്. അതായിരുന്നു ഇന്നത്തെ ദിവസം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡ് കാണുന്ന ബെല്ലൈക്കൺ എന്നടിച്ചു ഓടിച്ചാൽ മാത്രമേ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ തേടത്തുള്ളൂ. സോ ദിസ് ഇസ് ദിഗലി ശരത് ശ്രീനാഥ് അജയ് സൈനിങ് ഓഫ്. ബൈ. You're never gonna make it, you're not good enough. There's a million other people with the same stuff. You really think you're different? Man, you must be kidding. Think you're gonna hit it, but you just don't get it. It's impossible, it's not probable, you're irresponsible. Too many obstacles, you gotta stop it, yo. You gotta take it slow, you can't be a pro. Don't waste your time no more. Who the fuck are you to tell me what to do? സ്മൈൽ പ്ലീസ്. പല്ലിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട് വൈകിട്ട്.